നമ്മളിന്ന് VR പുഷിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത് ഗൈസ്. കുറേ നാളെ നമ്മൾ ഫ്രീ ഫയറിന് വീഡിയോ ഇട്ടിട്ട് നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു ന്യൂബ് ഡ്രസ് ഇട്ടാകും പോകണ്ടാവുക. എന്നിട്ട് പോയി അടിക്കണം, അടിച്ചേ പറ്റൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ കുറച്ച് ഡീസൻറ്റും ആവണം. ന്യൂബ് ഡ്രസ് കൊണ്ട് കാര്യമില്ല, കുറച്ച് ഡീസൻ്റ് ആയിക്കോട്ടെ. ഫ്രീ കിട്ട ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇതാണ് ഞാനിപ്പോൾ ഇട്ടാന്ന് വിചാരിച്ചുള്ള സാധനം. അറിയില്ല, കുഴപ്പമില്ല, ഏകദേശമൊക്കെ ഒരു ന്യൂബൊക്കെ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ അവൻ കുറച്ചും കൂടി ന്യൂബാക്കാം. ഞാനീ പാൻറ്റ് മാറ്റി കുറച്ചും കൂടി ഒരു ന്യൂബ് സാധനമാക്കാം. ഇങ്ങനത്തെ വല്ലതും കേട്ടോ, ഇതൊക്കെ പിന്നും കുഴപ്പമില്ല, അത് പിന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകിൻ്റെ ആവാം, അത് നല്ലത്. അല്ല, ഇതിട്ടാലോ? ഇത് കുറച്ച് സെറ്റാണ്, അത് വേണ്ട. ഈ പാൻറ്റ് ഇടാം. ഷർട്ടും കുറച്ച് റെഡിഷ് ആയിക്കോട്ടെ, എല്ലാം കുറച്ച് റെഡൊക്കെ അല്ലേ. ഇത് വേണ്ട, പച്ചമുളക് വേണ്ട. ഇത് ഈ ബണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതിടുന്ന വേണ്ട. എന്താ പറയുക ഗൈസ്, വീഡിയോ ഇടാൻ നിൽക്കുമ്പോൾ തന്നെ തൊണ്ട പോവും, എന്താണാവും. ഇതാൾക്കാർക്ക് ഇതിടാം ഗൈസ്, ഇത് വിലക്കാരത്തിനിടാം ഗൈസ്. സെറ്റ് ആയിക്കണേ. ഈ ഷൂ ഒന്ന് മാറ്റാം നമുക്ക്. ഇത്തിരി പച്ച ചപ്പലുണ്ട്, ഒരു ഫ്രീ കിട്ടിയല്ലേ. ഇതാണ് കേട്ടോ, ഇതിപ്പോൾ കൃത്യം പറയാനായിരുന്നു ഇവിടെ പോലെ ഉണ്ട്. ഇത് കുറച്ച് ഓൾഡ് പ്ലെയർ മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പം അത് മാറ്റാം ഗൈസ്. ഇത് ഏകദേശം ഒരു ഫ്രീ കിട്ടിയ സെറ്റപ്പാണ്. അപ്പം നമുക്ക് ഇതിന് ഇടാം. വേണമെങ്കിൽ പ്രൊഫൈൽ മാറ്റാം. ഇനി ആൾക്കാർ ഡൗട്ട് നടിക്കാനല്ല, പ്രൊഫൈൽ കാണൂലല്ലോ, പ്രശ്നമില്ല. ഇപ്പം നേരെ കളിയിലേക്ക് പോകാൻ. സോളോ ആണ് ഗൈസ്. നമുക്ക് സോളോ സ്കോഡ് കളിക്കാനുള്ളൊന്നും ഇല്ല, നമ്മൾ അത്ര പ്രാപ്തിയൊന്നുമില്ല. അത് മുണ്ടാതിരിക്കട ബ്രോ. ഈ ക്യാരക്ടറാണെങ്കിൽ എപ്പം നോക്കില്ല ഐ എം ദി ലോ പറഞ്ഞിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ ഐ എം ലോ ആയിട്ട് നമ്മളെ ചെവിടിച്ചു പോകും. കുറച്ച് നേരം ഒന്നും മിണ്ടായിരിക്കടാ ഗൈസ്. പിന്നെ നമ്മളൊരു ഒറ്റ കളി കളിക്കുള്ളൂ, അത് പോയി അടിക്കണം എന്നാണ് നമ്മളിട്ട് നിൽക്കുന്നത്. കൂടുതൽ ടൈമൊന്നുമില്ല ഗൈസ്. എന്തായാലും നോക്കാം, അല്ലെങ്കിൽ നമ്മളൊരു 5-6 കളി കളിക്കുക, ഏതെല്ലാം പോയി അടിക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതെന്താ സ്റ്റാർട്ടാവാത്തേ? മിണ്ടാതിരിക്കട ബ്രോ, പട്ടിനെ കണ്ട് പടി. Very well, bro. I am the law. എന്നാലും മൂട്ടുകൂടെ തന്നെ പോകും. ഓക്കെ, ഫൈനലി ബ്രോ, ഫൈനലി. ദൈവമേ ഗൈസ്. പിന്നെ നമ്മൾ അത്ര ഹെഡ്ഷോട്ട് ഒന്നും കളിക്കില്ല, ബുയ അടിക്കേണ്ടതാണ്. അടുത്തത് ഗൈസ്, നമ്മൾ പിന്നെ ബുയ അടിക്കാൻ നോക്കണോണ്ട് പിന്നെ വൺ ടാപ്പ് അടിച്ച് കളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പിന്നെ മാക്സിമം നെക്ക് പിടിച്ചിട്ട് തന്നെ കളിക്കാം. മാക്സിമം നമുക്ക് ഏതാ താല്പര്യമുള്ളത് സാഹചര്യം അനുസരിച്ച് നമുക്ക് അടിക്കാം. അത്രയുള്ളൂ, സാഹചര്യം അനുസരിച്ച് ഗൈസ്. നൈസായിട്ട് കുറച്ച് ദിവസത്തിന് മുമ്പ് നെറ്റ് പോയാണ് പറയാം. നമുക്ക് നേരെ ബുയ അടിക്കണോണ്ട് ബുയ അടിക്കാതാണ് നമുക്കെല്ലാം മുക്കിൽ പോയി ഇറങ്ങാം ഗൈസ്. നോക്കാം, ഇവിടെ ഒരു എനിമിണ്ട് നോക്കുകയാണെങ്കിൽ ഓനടിക്കുക. എന്നിട്ട് ലാസ്റ്റ് സോണിലൊക്കെ ഇറങ്ങി കളിക്കുക. നമുക്ക് മാക്സിമം പുഷ് ചെയ്യണം. ഇതൊക്കെ പറയും ഗൈസ്, ലാസ്റ്റ് വരെ നമ്മൾ സെറ്റ് ഗൈസ്. നമുക്ക് അത്യാവശ്യമുള്ള ഒരു ലൂട്ടൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾക്ക് എന്തൊരു ഗൺ എടുക്കണമെന്നൊരു ഇതില്ല വെച്ചാൽ ബുയ അടിക്കേണ്ടതുമാണ്. പിന്നെ നമ്മൾ അത്ര എക്സ്പീരിയൻസും ഇല്ല. ഇങ്ങനത്തെ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ജയിക്കും നമ്മൾ എന്തായാലും 100% ഉറപ്പാണ്. ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെ കാട്ടണ ബ്രോ. പെട്ടെന്ന് ചൂണ്ടിടുക, അല്ലെങ്കിൽ എനിമി നമ്മുടെ തലേ വന്നാൽ പഠിക്കുക. എന്താ പെട്ടെന്നടി
ഈ പുതിയൊരു ഇവൻറ്റ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇവൻറ്റ് തന്നെയാണ് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നല്ല ലൂട്ടൊക്കെ കിട്ടും. പിന്നെ മാത്രമല്ല പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കിട്ടിയല്ലോ വേണമെങ്കിൽ പറയാം. ഓ സൈലൻസറാ, അതെന്തറാ ആർക്കും വേണ്ടതിപ്പോ. തലക്കാലത്ത് മാഗൊക്കെ വെച്ച് കളിക്കുക ഗൈസ്. ബിക്കോസ് പ്രശ്നമായാലോ അവിടെ തന്നെ കിട്ടില്ല. എന്തായാലും ഓൻ അടിക്കണം. അടിച്ചില്ലെങ്കിൽ നമ്മൾ പേര് പട്ടിക്ക് ഇടും ഗൈസ്. എനിക്കൊരു UMP MP40 എല്ലാം കിട്ടിയാൽ അതിലേക്ക് മാറണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല ഗൈസ്. ഇവിടെ നോക്കിയിട്ടും കാണില്ല. കേൾക്കാൻ എടുക്കണില്ല. കുറേ വണ്ണം കുറച്ചുകൂടി ഒരു റീക്കോയിലൊക്കെ ഉള്ളത് എന്തായാലും ഇതിന് കളിക്കാം. ഇത് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഒരു നിൽക്കാനല്ല അതിനെ 2 സൈലൻസർ ആവശ്യമില്ല. എന്തായാലും മറ്റൊന്ന് അടിക്കും. കാറെടുത്ത് വേണം സേഫ്. അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊക്കെ വല്ലാത്ത. അയ്യോ അതേതാ, അതിപ്പോ എവിടുന്നാവോ. തലക്കാരത്തിന് ഇവിടെ നിൽക്കുന്നവർക്ക് അത്ര സേഫായൊന്നുമില്ല. ഇപ്പോൾ ഒരു നല്ല പ്ലെയർ അവിടെ ഉണ്ട്. അവൻ മറ്റേ കിട്ടിയപ്പോൾ തന്നെ ഹെഡ്ഷോട്ട് കളിച്ചിട്ടുണ്ട് സ്കാർ വെച്ചിട്ട്. എനിക്കിപ്പോൾ ഒരു പിടുത്തമില്ല എന്ത് ചെയ്യണമെന്ന്. കില്ലൊക്കെ കിട്ടുന്ന പിന്നെ പെടീനെ. നമുക്ക് തലക്കാരത്തിന് ഇപ്പോൾ സോണിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട. നമുക്ക് സോ വന്നിട്ടേ എന്താ MP ഓടേ ആ മണ്ണെന്താ MP40 കിട്ടില്ലേ. എന്തായാലും സൈലൻസർ വേണ്ടാന്ന് വിചാരിച്ച് കളയാൻ പാടില്ല വയസ്സ്. നമുക്ക് എന്തെങ്കിലും ലക്ക് കാരണം എന്തെങ്കിലും നല്ലൊരു ഗണ്ണ് കിട്ടുമ്പോൾ വെച്ചാൽ ലൈക്ക് തോംസൺ ഓ MP5 റൂളി ചീപ്പ് ലൈക്ക് ദാറ്റ് ഉപകാരപ്പെടും. വയസ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൂട്ട് എത്തണം. ഞാൻ തലക്കാരത്തിന് സോൺ സാധനം മേടിക്കുന്നതിന് റിക്കവറിയും ആർമറല്ല എക്സ്ട്രാ നല്ല ഹെൽപ്പാകും ഗൈസ്. ബിക്കോസ് ആടാ ഞാൻ doing bro, what the ഈ ശബ്ദം ഉണ്ടാക്കല്ലേ. ഈ പാൻ കഴിയുന്നാളെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ബിക്കോസ് annoying, yeah, definitely. ഇതെന്താണ് എൻ്റെ ബാക്കി വരണേ. ഏതാ ഉള്ളിയാ ഈ പുതിയ കൊണ്ട് പ്രാശാനം പറയാനും പറ്റൂല. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എൻ്റെ പൊള്ളിയാണെന്നൊക്കെ. ഞാൻ പെട്ടെന്ന് ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് എനിമി വിചാരിച്ച് ഒരു നിമിഷം. MP5 എടുത്താലോ എന്നുണ്ട്. പക്ഷെ എന്നാലും MP40 അത്ര ഇത് ഉണ്ടാവില്ല. അത് MP40 is W, definitely W bro. ഈ വീഡിയോ വരുമ്പോൾ ഇതിന് ശബ്ദം ഉണ്ടെന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ എനിക്ക് വേറെ വീഡിയോ ഉണ്ടാവില്ല. നോക്കണം. നമുക്ക് തലക്കാരത്തിന് ഇതിന് മേലെ പോയി ക്യാമ്പ് ചെയ്യാം വൈസ്. ബിക്കോസ് അറിയാലോ ജയിക്കണം. ഇത് അടുത്തത് ഇതെന്താടാ സ്കോഡാജ് കളിക്കുമ്പോൾ ഇത് ഒറ്റൊന്നും പോലും ഉണ്ടാവില്ല. സ്കോഡല്ല നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. നമുക്കിപ്പോൾ MP5 തോംസണൊക്കെ എടുക്കാവുന്നുണ്ട് വൈസ്. എന്നാലും പോയി അടിക്കണം. ബിക്കോസ് സൈലൻസറും ഉണ്ട്. നോക്കി കളിക്കാം. നമുക്ക് എന്തായാലും സാഹചര്യം നോക്കി നമുക്ക് എന്താ ചെയ്യാം. ഒന്നും പെട്ടെന്ന് ചാടി കയറി അക്സെപ്റ്റ് ചെയ്യരുത്. ബിക്കോസ് ഓൾ വിൽ ഡിസാസ്റ്റർ. കുറച്ച് നേരം വെക്കാം. സോൺ വന്ന് പോവാന്ന് വിചാരിച്ചെന്നാലേ നമുക്ക് പണിയിട്ട്. അപ്പം നമുക്ക് നേരെ ഉള്ളിൽ പോവുക. ഓക്കെ. എന്നാലും ഇപ്പോഴും കുറച്ച് സെറ്റപ്പൊക്കെ ആവുന്നുണ്ട്. നമുക്ക് ഇവിടെ ബലം പോയി കേൾക്കാം. എന്നാലും കുറച്ച് പേടി അവിടെ കവറില്ല നോക്കി ചെയ്യാം. ഇതവിടെ ഒരു ഗ്ലൂ വാൾ കൊടുക്കും. പുള്ളിൽ നിന്ന് എനിമി വരല്ലേ ഒരു അതേ പോണ്ടേ മണ്ടനാവാൻ വേണ്ടിയില്ല. എസ് സൂപ്പർ റീലോഡ് അതിൽ അവനെടുക്കാം. ഒരു കില്ലൊക്കെ വേണമല്ലോ. പണി കിട്ടും പുള്ളി കാരണം
ഹെൽത്ത് അച്ചേജ് തന്നെ കുറേ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നതിന് കാരണം മറ്റേതാണ് ഡ്രോണ്. ഏത് പെട്ടെന്ന് തന്നെ സോണിട്ടുള്ളി കയറാം. അത് നല്ല കുറയണം, നല്ല കുറയുണ്ട്. ഇതൊക്കെ ആയോ? ഇതൊക്കെ എപ്പോഴായോ? ഞാൻ പോലും കണ്ടില്ല. ഗായ്സ് ഫീലിങ്സ് ലാക്ക് ഓഫ് ഫീലിങ്സ് ആണ് ബ്രോ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, പെട്ടെന്ന് നമുക്കേ സോൺ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അതവിടെ ഒരു ഇനിമിണ്ടോ? സോൺ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇതൊരു നല്ലൊരു ഇതല്ല. ബിക്കോസ് honestly I will say to rush on the zone because you know that bro. റിസ്ക് ഞാൻ കേരളത്തിലൊന്നും ഇട്ടില്ലടാ ബ്രോ. ഇവിടെ നിന്നാൽ എനിക്ക് പണിയാക്കും പണി എന്തൊക്കെ പോയി അടിക്കേണ്ട. അവനെ പഠിച്ചാലോ? Guys, 6 more players. എടുത്താൽ അതൊരു വിജയമാണ്. Nothing such bro. Nothing good. Can say bro that. നമ്മളിപ്പോൾ സത്യം പറയാലോ ഒരു നല്ല സിറ്റുവേഷനല്ല. ബിക്കോസ് സോണ് കുറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടും. നമുക്ക് ഇവനെടുക്കാൻ നോക്കാം. പക്ഷെ കവറിൽ നിന്ന് എടുക്കാം. എനിക്ക് അതൊരു പണിയാവും. ആരെ സോണൊക്കെ എടുക്കാൻ നോക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കവറിൽ നിൽക്കുന്ന ഒട്ടും കുഴപ്പമില്ല. എവിടെ അടിയിടാന്ന് അള്ളാക്കറിയാം. എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത് പണിയാവും. സൗണ്ട് ഇല്ലെങ്കിൽ ഗായ്സ് മൂജി വേണേ പറയാം. അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്ത് വേറെ വീഡിയോ കണ്ടുതരും. ഡബല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ റീപ്ലേ കൃത്യം ഇവിടെ നിൽക്കടേ ബ്രോ. What the fuck bro? ഇനിയിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോണേ? ഞങ്ങളെ കൊണ്ടല്ല തിളങ്ങറാലോ. 1v2 ആണോ എന്താ പഠിക്കാറ്? ഇതെടുത്താൽ അതൊരു വിജയമാണ്. അത് ഏവനം ഉണ്ടാവണം. Take down. Guys, it's the guys.